അന്ന് നമ്മൾ 100% ഇഷ്ടത്തോടെ ചെയ്തൊരു ഡിസിഷൻ ആയിരുന്നു. അന്ന് അവരുടെ അമ്മ എൻ്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, അതൊരു കാലം കഴിയുമ്പോഴത്തേക്കും നീ പോടാ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഞങ്ങളും ഈ പറഞ്ഞ മാതിരി ഒരുപാട് നന്നായി വരണം എന്ന് ആഗ്രഹിച്ചാണ്. കാരണം എൻ്റെ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ ആളും ഞങ്ങൾ രണ്ടുപേർക്കും മ്യൂസിക് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് നന്നായി പോണമെന്ന് 100% ആഗ്രഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു, ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ നമ്മൾ കുറേ വർഷത്തിൻ്റെ ഒരു എന്താ പറയുക വേദനയും ഡിസ്റെസ്പെക്റ്റും ഒരുപാട് എന്താ പറയുക ഉപദ്രവങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അതെനിക്കൊരു വലിയ കാര്യമായിരുന്നു. അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഒരു മകനായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു വ്യക്തി ചിലപ്പോൾ എൻ്റെ ലൈഫിൽ വന്നത് അച്ഛന് ചിലപ്പോൾ ഒരു മരുമകൻ കർമ്മങ്ങൾ ചെയ്യാനും കൊള്ളി വെക്കാനും ഒക്കെ യോഗ ഉണ്ടായിരുന്നുണ്ടാവും. ആ ഒരു വർഷത്തിന് വേണ്ടി മാത്രം അദ്ദേഹം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോഴും വൺസ് ഇൻ എ വൈൽ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ, ഞങ്ങൾ ദേഷ്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഒരു നമ്മൾ അവസാനിപ്പിച്ച ഒരു വികാരം വീണ്ടും നമ്മളത് കുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതവിടെ കഴിഞ്ഞു. പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും തെറ്റ്, എന്ത് ചെയ്തില്ലെങ്കിലും തെറ്റ്. കുട്ടി ഉണ്ടായാൽ തെറ്റ്, കുട്ടി ഉണ്ടായില്ലെങ്കിലും അത് അവളുടെ തെറ്റാണ്. ഇനി കുട്ടിയെ വളർത്തി വലുതാക്കിയാലോ അതും അവളുടെ തെറ്റാണ്. അവൾ എന്തെങ്കിലും പറഞ്ഞാലോ അതും തെറ്റാണ്. പറഞ്ഞില്ലെങ്കിലോ അവളെ കൊണ്ടൊന്നിനും കൊള്ളൂല. സോ ഇത് ഈ ഒരു കോൺസെപ്റ്റ്, ഇത് കോൺസെപ്റ്റ് അല്ല, ഇത് എൻ്റെ ലൈഫിൽ ഞാൻ കുറേ വർഷങ്ങളോ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഈ വിദ്യാസാഗറുടെ എന്തൊരു മഹാനുഭാവനമൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഹുക്ക് എലമെന്റിൽ കേൾക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മ്യൂസിക്കൽ എസ്റ്റസി ഉണ്ടല്ലോ. ഈ ഗംഗയൊക്കെ കേൾക്കുമ്പോൾ ആ ഫീൽ കിട്ടും. സമാനമായ ഒന്ന് ഒരു റീല് വഴി ഞാൻ അനുഭവിച്ചതും എൻ്റെ ഒരുപാട് കൂട്ടുകാർ അനുഭവിച്ചതുമായിട്ടുള്ളൊരു സന്ദർഭം, പൊലിക എന്നുള്ളൊരു പാട്ട് അമൃത സുരേഷ് ഇങ്ങനെ ആസ്വദിച്ച് പാടുമ്പോഴാണ് അവർ കണ്ണൊക്കെ അടച്ച് ഒരു പാരൽ വേൾഡിലേക്ക് പോയ പോലത്തെ ഒരു സന്ദർഭമാണ് ആ റീൽ കട്ട്. മില്യൺസ് ആണ് ആ റീല് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇമോഷൻ ഉണ്ട്. അത് ഒരുപാട് കമൻസ് ആയിട്ടും കാണാം. അണ്ടർ റേറ്റഡ് സിംഗർ, ഇനിയും ഉപയോഗിക്കപ്പെടാത്ത ഗായിക എന്നൊക്കെ. അമൃത സുരേഷ് പുതിയ ഒരു മ്യൂസിക്കൽ പ്രൊഡക്ഷനുമായിട്ടാണ് മൂവി വേൾഡ് മീഡിയയിലേക്ക് എത്തിയിട്ടുള്ളത്. സ്വാഗതം. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറെ നാളുകൊണ്ട് എനിക്ക് വളരെ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഒരു ചാനലാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. വിഷ്ണുവിനെയും കാണാൻ പറ്റിയതിൽ. ഡെഫിനറ്റ്ലി ആ റീലിനെ പറ്റി എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. ഐ മീൻ, ഞാൻ കണ്ടത് ആ റീലാണ്. ഈ അങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ണടച്ച് ഭയങ്കര ആസ്വദിച്ച് പാടുകയാണല്ലോ. ശരിക്കും വേറൊരു വേൾഡിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിക്കാറുണ്ടോ? ആ പാട്ട്, ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ പറയണത് ആക്ച്വലി അത് ഓൺ സ്പോട്ട് പാടിയതാണ്. ആ ഒരു സംഭവം അതങ്ങനെ സ്റ്റീഫൻ ചേട്ടനും ടീമും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അതങ്ങനെ പാടിയപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ കയ്യിൽ നിന്ന് പോയൊരു സംഭവം തന്നെയാണത്. ചിലപ്പോൾ നല്ല നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ അങ്ങനെ വരാറുണ്ട്. കൈൻഡ് ഓഫ്. അന്നത്തെ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ അത് തന്നെ ആയിരുന്നു ഓൺ സ്റ്റേജ്. നല്ല പ്രതിപക്ഷ ബഹുമാനം ഉണ്ട് അമൃതയ്ക്ക് പലപ്പോഴും. പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷനായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു റെസ്പെക്ട്ഫുൾ മാനറിൽ ആണ് പലപ്പോഴും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ലൈഫിലായാലും എന്തായാലും ഓപ്പോസിറ്റ് മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഒരു ലൈഫിൽ ഒരാൾ ഒരു അലിഗേഷൻ ആയിട്ട് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അതിന് പ്രതികരിക്കുന്ന ഒരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ അമർഷവും ദേഷ്യവും ആക്രോശവും ഒന്നും അല്ല അവിടെ. അത് എന്നെ ജീവിക്കാൻ വിട്ടൂടെ ആ ഒരു ലൈനിലാണ് സംസാരിക്കുന്നത്. ഏറ്റവും അധികം ബഹുമാനത്തോട് വിട്ട്, അതായത് അവർക്കുള്ള സ്പേസും കൊടുത്തിട്ട് പലപ്പോഴും പ്രതികരണം. അത് ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അയാളിപ്പോൾ എന്തൊക്കെ ചെയ്താലും അയാളോട് റെസ്പെക്ട് കൊടുക്കണം. അത് അപ്ബ്രിങ്ങിങ്ങിൽ വന്നതാണോ? ഓഫ് കോഴ്സ് ആയിരിക്കും. ഇപ്പോഴും വീട്ടിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ പാപ്പുവിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ പോലും ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്തി അമ്മയച്ഛൻ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ആയിപ്പോയി, പോട്ടെ, അത് തമ്പായി ശരിയാക്കിക്കോളും എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോഴും വീട്ടിലച്ഛനും അച്ഛൻ ഇപ്പം ഇല്ല. അങ്ങനെയാണ് അത് അങ്ങനെയാണത്. അതെനിക്കറിയാൻ പാടില്ല എന്താ. പക്ഷേ ഈ ഏറ്റവും സ്ഥലത്തെ സമയത്തൊക്കെ കൂട്ടുകാരൊക്കെ ചോദിക്കും നിനക്ക് ദേഷ്യപ്പെട്ടൂടെന്ന്. അതെ അത് ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. പ്രത്യേകിച്ച് ലൈവ് ഓപ്പൺ ആക്കിയിട്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു രീതി തന്നെ വേറെ രീതിയിലാണല്ലോ.
അതായത് യുദ്ധപ്രഖ്യാപനം പോലെയാണല്ലോ അത് സംസാരിക്കുക. എടോ അങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കാൻ പണ്ടേ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഈ 14 വർഷം ഇങ്ങനെ പോവായിരുന്നില്ലല്ലോ. ഇതന്നെയല്ലേ എനിക്ക് നമ്മൾ സംസാരിച്ചാൽ എന്താണ് വീണ്ടും ഞാൻ പിഴയിലോട്ട് വരിക. അപ്പം സംസാരിക്കാൻ ചിലപ്പോൾ ഒരുപാട് കൺവിൻസ് ചെയ്ത് സംസാരിക്കാനൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഐ ഡോണ്ട് നോ. ഇപ്പോഴും ഞാനത് ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങോട്ട് ചെയ്യാണ്, അത്രേ ഉള്ളൂ. ലവ് ബോംബിംഗ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, കേട്ടിട്ടുണ്ടോ? അതായത് ഒരുപാട് സ്നേഹം ഒരുമിച്ച് തരിക, അപ്പൊ ഒരാൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ ലൈഫിൽ? എപ്പോഴും സ്നേഹജീവിയാ? നമ്മൾക്ക് സ്നേഹം വേണ്ടേ വിഷ്ണു? അങ്ങനെയല്ല. അപ്പൊ ചില ആൾക്കാർ ഒരാൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, ഭയങ്കരമായിട്ട് നന്നായിട്ട് അവരോട് പെരുമാറുമ്പോ അവരെ മനസ്സിലാക്കൂല, ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് ഇവർ എന്നോട് നന്നായി നിൽക്കുന്നുണ്ട്, അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ളവരൊക്കെ പറയും, ഞാൻ ആരെങ്കിലും പാവാന്ന് പറഞ്ഞാൽ അവർ 8ന്റെ പണി വന്നിട്ട് ചേച്ചിക്ക് അപ്പൊ ഞാൻ ആരെങ്കിലും കുറിച്ച് എവിടെ ഇരിക്കുന്ന സാക്ഷികളൊക്കെ ഉണ്ട്, ഞാൻ ആരെങ്കിലും കുറിച്ച് പാവാണെന്ന് പറഞ്ഞ ചേച്ചിക്ക് ഇപ്പൊ കിട്ടും പണി, ചേച്ചി ഒന്ന് നിർത്ത് ഇനിയെങ്കിലും ഒന്ന്. അത് പക്ഷെ എനിക്കറിയില്ല വിഷ്ണു അതെന്താ അങ്ങനെയാന്ന്. കൂടെയുള്ളവർ ഉപദേശിക്കാറുണ്ട് ഇത്രയും നിഷ്കളങ്ക ആവണ്ട. നിഷ്കളങ്കയൊന്നും അല്ല ഞാൻ. നിഷ്കളങ്കതയാണോന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ആർക്കും ദോഷം ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ. ഈവൻ അത് ചിലപ്പോ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാണ്. അവരെയും അച്ഛനൊക്കെ ഭയങ്കര സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ, അമ്മയും ആരെന്ത് പറഞ്ഞാലും അവർക്ക് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മണ്ടന്മാരാണെന്ന് പറയും അച്ഛനും അമ്മയൊക്കെ. അപ്പം അതായിരിക്കാം ചിലപ്പോ. എത്ര നമ്മൾ ഇപ്പൊ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ മറന്നു പോകും വിഷ്ണു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ മറക്കും, ലിറ്ററലി ഞാൻ മറക്കും. എനിക്ക് വേദനയുള്ളത് എൻ്റെ ബ്രെയിൻ സിസ്റ്റം അങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു പോയിന്റ് ചെയ്യുമ്പോൾ ആ ആളെയും അതൊക്കെ ഇപ്പൊ എന്നെ വിഷ്ണു ഒന്ന് 2 അടി എന്നിട്ട് പോയിന്ന് വെച്ചാൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വിഷ്ണു ഹലോ അമൃത സുഖാണോന്ന് വെച്ചാൽ പിന്നെ വിഷ്ണു സുഖാണോ ഞാൻ മറന്നുണ്ടാവും വിഷ്ണു. ഇങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്കുണ്ട്. അതൊരു നല്ല ക്വാളിറ്റി ഒന്നും അല്ലല്ലോ. അത് ചില സമയത്ത് നല്ല ക്വാളിറ്റിയാണ്, അതായത് ക്വാളിറ്റി അല്ല, നമുക്ക് അനുഗ്രഹമാണ്. അതെ, നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ശരിയാണ്, ദേഷ്യം നമ്മളെയും മോശമാക്കുന്നുണ്ടല്ലോ. ശരിയാ. നമുക്ക് അതൊന്നും ഓർമ്മയുണ്ടാവില്ല, ബിന്ദാസായിട്ട് അങ്ങനെ പോകും മുമ്പോട്ട്. പക്ഷെ ആ സമയത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ എന്റെ ബ്രെയിൻ കട്ട് ചെയ്ത് കളയും കുറെ കാര്യങ്ങൾ. അത് ഞാൻ അങ്ങനെ എൻ്റെ ബോഡി അങ്ങനെയാണ് തോന്നുന്നു. അങ്ങനെ ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, അയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നു, അയാൾക്കും നേരത്തെ ഞാൻ പറഞ്ഞ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞ പോലെ അയാൾക്ക് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് കെയർ ഉണ്ട് അമൃത. അതായത് ഒരാൾ ഒരാളുടെ അമ്മ മരണപ്പെട്ടപ്പോൾ അവരോടുള്ള എല്ലാ സ്നേഹവും ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ട് തോന്നി. അതായത് 2 പേര് പിരിഞ്ഞു പോയാലും അവരുടെ ഇടയിൽ കൊടുക്കുന്ന മ്യൂച്വൽ ബഹുമാനം, ഊഷ്മളത, അതൊരു മാതൃകയാണ്, അതൊരു നല്ല മാതൃകയാണ്. കൺഗ്രാജുലേഷൻസ്. എനിക്കതൊന്ന് പറയണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അന്ന് ഏത് സമയത്താണ് ഒരു ഡിസിഷൻ എടുത്തത്, അന്ന് നമ്മൾ 100% ഇഷ്ടത്തോടെ ചെയ്തൊരു ഡിസിഷൻ ആയിരുന്നു. അന്ന് അവരുടെ അമ്മ എൻ്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, അതൊരു കാലം കഴിയുമ്പോഴത്തേക്കും നീ പോടാ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് ശരിയല്ലല്ലോ. അപ്പോ അന്ന് എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു, അത് അവിടെ നിൽക്കുന്നുണ്ട്, അത് ഇപ്പോഴും അവിടെ ഉണ്ടാവും. അത് അങ്ങനെ അദ്ദേഹം അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് തരുന്ന ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പുള്ളിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളും ഈ പറഞ്ഞ മാതിരി ഒരുപാട് നന്നായി വരണം എന്ന് ആഗ്രഹിച്ചാണ്. കാരണം എൻ്റെ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ അടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ ആളും ഞങ്ങൾ 2 പേർക്കും മ്യൂസിക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും ഇത് നന്നായി പോകണമെന്ന് 100% ആഗ്രഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരു പോയിന്റ് കുറച്ചങ്ങ് കഴിഞ്ഞ് വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മളങ്ങനെ പോസ്റ്റ് ഒന്നും ഇടൂലല്ലോ അത്രയും വിശ്വസിച്ച്. കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ നമ്മള് കുറേ വർഷത്തിന്റെ ഒരു എന്താ പറയാ വേദനയും ഡിസ്റെസ്പെക്റ്റും ഒരുപാട് എന്താ പറയാ ഉപദ്രവങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അതെനിക്കൊരു വലിയ കാര്യമായിരുന്നു. അത് അന്നും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അദ്ദേഹം
ടാലന്റിനേക്കാൾ കൂടുതൽ ആ സമയത്ത് ആ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഒരു മകനായിട്ട് അതേ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വന്ന ഞാൻ സമയത്ത് കണ്ടിട്ടുണ്ട് അത്, ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് അത്. ഞാൻ അപ്പോൾ അത് അതായത് അത് പറയാന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടേക്ക് സൂം ചെയ്യാണ്, അതായത് ബോഡിയിലേക്ക് സൂം ചെയ്യാണ്. അപ്പോൾ ഗോപി സുന്ദർ സാർ വന്നിട്ട് പറഞ്ഞു ഒന്ന് ആ മാറി നിൽക്ക്. സമയത്തൊക്കെ ശരിക്കും എന്താ പറയാ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു വ്യക്തി ചിലപ്പോൾ എൻ്റെ ലൈഫിൽ വന്നത് അച്ഛന് ചിലപ്പോൾ ഒരു മരുമകൻ കർമ്മങ്ങൾ ചെയ്യാനും കൊള്ളി വെക്കാനും ഒക്കെ യോഗ ഉണ്ടായിരുന്നുണ്ടാവും. ആ ഒരു വർഷത്തിന് വേണ്ടി മാത്രം അദ്ദേഹം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോയാൽ അത് ഇപ്പോൾ ഉള്ളൊരു സ്നേഹവും ബഹുമാനവും ഇല്ലാണ്ടാവുന്നു. പിന്നെ അത് ചീഞ്ഞ് അടിയായി എന്തിനാ അങ്ങനെ പോണേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഒരു തീരുമാനമാണ്, വേണ്ട. ഇപ്പോഴും വൺസ് ഇൻ എ വൈൽ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ ദേഷ്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഒരു നമ്മൾ അവസാനിപ്പിച്ച ഒരു വികാരം വീണ്ടും നമ്മളത് കുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതവിടെ വെച്ച് അതവിടെ കഴിഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് അതേ വാമത്തോട് കൂടി തന്നെ ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു കോണ്ടാക്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. പക്ഷെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ മെസ്സേജ് ചെയ്യും. അങ്ങനെ ക്രിസ്മസ്, ന്യൂ ഇയർ, ബർത്ത്ഡേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ, അത്രേ ഉള്ളൂ. ഏത് സ്ത്രീ എളുപ്പത്തിൽ ദുർനടപ്പുകാരിയാക്കാൻ പറ്റുന്ന ഒരു 2 അക്ഷര വാക്കുണ്ട് മലയാളത്തിൽ, പിഴ എന്നുള്ളത്. പക്ഷെ അത് ജഡ്ജ് ചെയ്യാൻ മാത്രം ചുറ്റുമുള്ളവരായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരാളെ അറിയാം അയാളുടെ കഥ അറിഞ്ഞുള്ള നിർബന്ധമില്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ചുറ്റുമുണ്ട്. പിഴ എന്നുള്ള ഒരു ആൽബം ഇറക്കുന്നു, എന്താ പിഴ സംസാരിക്കാൻ പോകുന്നത്? പിഴ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇപ്പം വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കുറേ പോസ്റ്റുകൾ ഇടും, സ്ത്രീകൾക്ക് കുറേ പൂക്കളൊക്കെ കൊണ്ടു കൊടുക്കും, ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുക്കും, ഇതാണല്ലോ. പക്ഷെ 5-6 കൈയുള്ള അമ്മയുടെ ഫോട്ടോ അതൊക്കെ നമ്മളൊരു നിമിഷം ഓർക്കാണ്. പക്ഷെ ഈ ആക്ച്വലി സ്ത്രീകൾ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശ്രീരാമന്റെ കാലഘട്ടത്ത് തുടങ്ങി. ഇപ്പം സീതാദേവി ലങ്കയിൽ നിന്ന് വന്ന സമയത്ത് വരെ ഇവര് മോശപ്പെട്ട സ്ത്രീയാണെന്ന് പറഞ്ഞ് അവർ ഭൂമിയുടെ ഉള്ളിലോട്ട് പോയ ആ സമയം തുടങ്ങി ഇപ്പോൾ വരെയുണ്ട്. പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും തെറ്റ്, എന്ത് ചെയ്തില്ലെങ്കിലും തെറ്റ്, കുട്ടി ഉണ്ടായാൽ തെറ്റ്, കുട്ടി ഉണ്ടായില്ലെങ്കിലും അത് അവളുടെ തെറ്റാണ്. ഇനി കുട്ടിയെ വളർത്തി വലുതാക്കിയാലോ അതും അവളുടെ തെറ്റാണ്. അവൾ എന്തെങ്കിലും പറഞ്ഞാലോ അതും തെറ്റാണ്. പറഞ്ഞില്ലെങ്കിലോ അവളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. സോ ഇത് ഈ ഒരു കോൺസെപ്റ്റ്, ഇത് കോൺസെപ്റ്റ് അല്ല, ഇത് എൻ്റെ ലൈഫിൽ ഞാൻ കുറേ വർഷങ്ങളോളം ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പം ഒരു പോയിന്റിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഈ ഒരു സംഭവം തന്നെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അത് സൊസൈറ്റിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം സ്ത്രീകൾ ഫ്രണ്ട് സീറ്റിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സ്ത്രീ അവളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവൾ ജഡ്ജ്ഡാണ്. അത് ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിത് ഇന്ന് എഴുതിയ പാട്ടൊന്നുമല്ല, ഇത് കുറച്ച് വളരെ വൈകാരികമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അതായത് തെറ്റുകൾ ചെയ്യാത്തായിട്ട് ആരാളുള്ളത്. അപ്പം ഞാനിനി ഇത് ചെയ്താലും തെറ്റാണ്, ശരി എന്നാൽ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം ചെയ്താൽ അതും തെറ്റാ, കുട്ടി ഉണ്ടെങ്കിലും തെറ്റാ, കുട്ടി ഇല്ലെങ്കിൽ. സോ ഇതൊക്കെ എൻ്റെ അടുത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറേ വരികളാണത്. അതെല്ലാം കൂടെ ഞാൻ ഒരു പാട്ടാക്കി എന്നുള്ളതേ ഉള്ളൂ, കൈൻഡ് ഓഫ്. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇത് റിലീസ് ചെയ്യണ്ട, എന്തിനാ വെറുതെ, അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനത് മാറ്റി വെച്ചൊരു സംഭവമാണ്. പിന്നെ ഞാൻ എൻ്റെ ചുമ്മാ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാനിത് ബ്ലൂടൂത്തിൽ ചുമ്മാ ഒരു സാധനം കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് കേൾപ്പിച്ചപ്പം പല സ്ത്രീകൾക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തു. ഇൻഫാക്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കണ്ണ് നിറഞ്ഞു വരികൾ കേട്ടിട്ട്. കാരണം അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ സീനിൽ ഞാൻ ചിലപ്പോൾ എന്നെ മീഡിയയിൽ അറിയുന്നതായതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ പോലെ അല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, അത് ഏത് ഇൻഡസ്ട്രിയിലും ഉള്ളതുണ്ട്. അവരെന്ത് ചെയ്താലും തെറ്റാണ്. അപ്പം അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് അത്. ഇപ്പോൾ പുരുഷൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സ് അധികവും ഒരു ഡേയിലാണ് വിൻഡോ ഇരിക്കുന്നതെന്നാണ് പറയുക സയൻറ്റിഫിക്കലി. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഒരുപാട് ഉണ്ടാവും, പിന്നെ അത് ഡിപ്പായി പോവും. സ്ത്രീയുടെ അവസ്ഥ അങ്ങനെയല്ല, അവരൊരു 28 ഡേയ്സിൻ്റെ മന്ത്ലി സൈക്കിളിൽ ഈ ബ്രെയിൻ മാരിനേറ്റ് ചെയ്ത അവസ്ഥയിലാണ്. പല സമയത്ത് അവർക്ക് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇമോഷൻസ് വരും. അതുകൊണ്ടാണ് പല സമയത്തും ഈ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സ് പുരുഷന് മനസ്സിലാവുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള റീൽസും പഠനങ്ങളും ഒക്കെ വരുന്നത് ഇപ്പോഴാണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലുള്ള നമ്മളെ അമ്മമാരും ഒക്കെ അല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പിന്നെ ആക്ച്വലി ഇപ്പൊ ഒരുപാട്
എനിക്ക് ഒരുപാട് നല്ല ആൺസുഹൃത്തുക്കളുണ്ട്. ഉം. ഞാൻ ഒരിക്കലും ഒരു പുരുഷവിരോധിയല്ല. ഉം. എനിക്ക് ഒരുപാട് ഗൈസ് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ അച്ഛനൊരു അമേസിങ് മനുഷ്യനാണ്. എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ കൂട്ടുകാര്, ഈവൻ ഈ പിഴയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഫുൾ ക്രൂ ബോയ്സ് ആണ്. ഓ, ഓ, അവരാണ് ഈവൻ എൻ്റെ ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ചെയ്തു തരുന്നതും. ചേച്ചി ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് പറയുന്നതൊക്കെ ആൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ആണുങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരാളല്ല. പക്ഷേ സ്ത്രീകൾ എന്നാലും ഇങ്ങനൊരു സംഭവത്തിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു വുമൻസ് ഡേയുടെ അന്ന് അവരാഘോഷിക്കുന്ന സമയത്ത് അവർ പോകുന്ന സംഭവങ്ങളും കൂടെ ഒന്ന് ഓർക്കണം എന്നുള്ളൊരു മെസ്സേജ്. നമ്മൾ ഈ പുരുഷന്മാരെ പറ്റി പറയുമ്പോഴേ അമൃത, പുരുഷന്മാര് മാത്രമല്ലല്ലോ സ്ത്രീകൾ ജഡ്ജ് ചെയ്യുന്നത്. സ്ത്രീകൾ ശരിക്കും ജഡ്ജ് ഉണ്ട്. ചെയ്യും, സൈഡ് ലൈൻ ചെയ്യും, വേദനിപ്പിക്കുകയും കുറച്ചുകൂടി ആഴത്തിൽ കുത്തി നോവിക്കുകയും ചെയ്യുന്നത് ഏറെക്കുറെ സ്ത്രീകൾ തന്നെയല്ലേ അതാണ് പലപ്പോഴും? അത് ചില സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ ഇപ്പം എൻ്റെ കേസിലൊക്കെ തന്നെയാണെങ്കിലും കുറേ എന്താ പറയുക, കാര്യം അറിയാത്ത ആളുകൾ കുറേ കമൻ്റ് ഇടുകയും കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇവരും പെണ്ണുങ്ങളല്ലേ, ഇവർക്ക് എന്താ അറിഞ്ഞിട്ടാ. അപ്പം ശരിക്കും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് 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 ചുമ്മാ അങ്ങ് പറയുകയാണെന്നോ എനിക്കറിയില്ല. I don't know. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ, ഇതൊരു വലിയ അപരാധമായി പോയല്ലോ എന്ന്? ഇത് തന്നെയാണ് എൻ്റെ ഇതിനകത്ത് വരുന്ന ഒരു വരി. ഇത് തന്നെയാണ്, മാറത്തണഞ്ഞാൽ പിഴ. നമ്മളെപ്പോഴും ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടല്ല. അല്ല ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരാളും അടുത്ത ദിവസം അത് കളഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല കയറുന്നത്. അത് അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് അത്രയും ആഗ്രഹിച്ചിട്ട് അത് നന്നായി വരണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് പോവുക. പക്ഷെ അത് ഓരോരുത്തരുടെ യോഗമല്ലേ അതൊക്കെ. ചിലർക്കത് വർക്കാവും, ഫസ്റ്റ് തന്നെ വർക്കാവും, ചിലർക്കത് വർക്കാവില്ല. അപ്പം അങ്ങനെ എത്രയോ സ്ത്രീകൾ, ഇപ്പം പല സ്ത്രീകളെയും ഇൻക്ലൂഡിങ് മീ, തെറ്റുകാരി ആയതുകൊണ്ടാണ് ഇതാവാണ്ടിരുന്നത് അതാവാണ്ടിരുന്നത് എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് കൂടെ കടന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ വേറെ സ്ത്രീകൾ എന്ത് കൂടെ കടന്നു പോയിട്ടില്ല, അവർക്ക് മാത്രം അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ മാറത്തണഞ്ഞാൽ പിഴ, മാറി നടന്നാൽ പിഴ, മാറത്തടിച്ചാലും പെണ്ണെ നീ തന്നെയാണ് പിഴ. ആരുടെയെങ്കിലും കൂടെ മാറത്തടഞ്ഞത് ഒരാളോട് ഇഷ്ടപ്പെട്ടാൽ അവൾ പിഴയാ. മാറി നടന്നാലോ അവളെ കൊണ്ടൊന്നും പറ്റില്ല, അതായി. പിന്നെ നെഞ്ചത്തടിച്ച് കരഞ്ഞാലോ അപ്പോഴും പെണ്ണ് തന്നെയാണ് പിഴ. ഇതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ? ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള നുണ പരക്കുന്നൊരു വിധമുണ്ടല്ലോ. അപ്പം എനിക്കറിയാവുള്ള ഇത്രയും മതി. ഇത് ഒരാണിനെ കുറിച്ച് പറയില്ല ആരും. അത് വളരെ ആണിനെ പറ്റി അങ്ങനെ ഒരു മാർക്കിംഗ് ഉണ്ടാക്കാൻ എളുപ്പമല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒരാണിനെ കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു പെണ്ണിനെ നമ്മൾ പറയും അവള് പിഴയാന്ന് പറയും, ഒരാണിനെ അവൻ പിഴയാന്ന് പറയൂ ഇല്ല. അത് വളരെ റെയറാണ് അങ്ങനത്തെ സംഭവം. അപ്പൊ അത് എത്രയോ കാലങ്ങളായിട്ട് അതങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്കത് ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നും. ഒരുപാട് സ്ത്രീകൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ഈ നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത്, ചേച്ചി സംസാരിക്കാൻ പറ്റുമോ, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതായത് ചിലപ്പോൾ ഞാൻ പോയതിനേക്കാളൊക്കെ ഒരുപാട് മുമ്പോട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. അവർക്കൊന്നും പറയാൻ പറ്റണില്ല, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ. അമൃതയ്ക്ക് എന്തിനാ ഈ ആളുകൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നത് എന്ന് ആലോചിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ ആലോചിക്കാൻ റെഡിയാണ്. എനിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഓക്കെയാണ് ഞാൻ. പക്ഷെ എന്താ പറയുക, എനിക്കൊരു മോളില്ലേ, അപ്പോൾ പാപ്പു ഒരു ഏജ് വരെയൊക്കെ അത് അങ്ങനെ എഫക്റ്റ് ചെയ്യാണ്ട് പോയിരുന്നു. ഒരു ഏജ് കഴിഞ്ഞപ്പോൾ അവള് കുറച്ച് വിവരം ഇതുള്ള കുട്ടിയായി വന്നപ്പോൾ സ്കൂളിലൊക്കെ കളിയാക്കാൻ തുടങ്ങി കുട്ടികൾ. അതായത് അമ്മയെപ്പറ്റി മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെയാണല്ലോ പറയുന്നത്, അപ്പോൾ എന്തിനാണ് അമ്മയുടെ കൂടെ നിൽക്കണേന്നുള്ള ചോദ്യമൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് അവൾക്കറിയാം എൻ്റെ ലൈഫ് എന്താണെന്നും നമ്മളെടുത്തിട്ടുള്ള ചോയ്സസ് എന്തായിരുന്നെന്നും. പക്ഷേ സ്കൂളിൽ വരുമ്പോൾ അതൊരു സങ്കടമല്ലേ. അങ്ങനെ അഭിരാമിയൊക്കെ എത്രയോ പ്രാവശ്യം ഞാനും അഭിരാമി പ്രിൻസിപ്പളിനെയൊക്കെ പോയി കാണേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ഒരുപാട് വ്യത്യാസമായി. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നപ്പോഴാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നില്ല. ഞാൻ മിണ്ടാണ്ടിരുന്നപ്പോൾ ഞാൻ തെറ്റുകാരിയായിരുന്നു. മിണ്ടാണ്ടിരുന്നപ്പോഴാണ് ഞാൻ തെറ്റുകാരി ആയത്. ഞാൻ എൻ്റെ ഒറ്റ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. 14 വർഷം മിണ്ടാണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കരുത്. പറയാനായിട്ട് നമുക്ക് അവസരം ഉണ്ടെങ്കിൽ അത് പറയണം.
സ്പോട്ടിൽ പറഞ്ഞു തീർക്കണം അല്ലേ? പറയണം. അതിനെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നമ്മളെ, ഇത് എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ച കാര്യമാണ്. നമ്മളെന്തിനാണ് ഒരാളൊരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കണം എന്തിനാ? അപ്പം തന്നെ അപ്പം അതെനിക്ക് എനിക്കല്ല ബാക്കി സ്ത്രീകളോടും പറയാനുള്ള കാര്യമാണ്. വെറുതെ എന്തിനാ ബ്ലെയിം എടുക്കുന്നത്? നമുക്ക് നാക്ക് തന്നിട്ടില്ലേ? എന്നെ പോലെ എന്തിനാ മണ്ടിയാവുന്നത്? അപ്പോൾ അങ്ങനെ കൂട്ടി കൂട്ടി ഒരു എന്താ പറയുക, എല്ലാവർക്കും വെറുപ്പുള്ള ഒരു ആളായിട്ട് മാറേണ്ട ആവശ്യം എന്താ? എനിക്ക് അമൃതയുടെ അമ്മയുടെ മൈൻഡ് സെറ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാനൊരു വീഡിയോൻ്റെ റീല്, അത് പാപ്പുവൻ ഗ്രാൻഡ്മ എന്നുള്ള റീലിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു ചാനലിൽ ഇട്ടിട്ടുള്ള റീലാണ്. ഇതിനടിയിൽ ഒരാൾ ഒരു ഫേക്ക്, ഐ മീൻ ഒരു ഫേക്ക് യൂസർ നെയിമാണ്, അതിൻ്റെ പ്രോപ്പർ യൂസർ നെയിം പോലും ഇല്ല. അപ്പോൾ അതിലെഴുതി, ആ അമ്മയോടാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിങ്ങനെ 2 മക്കളെയും വിറ്റ് ജീവിച്ചോളൂ, ഒന്ന് ഇതൊരു അത്രേ ഉള്ളൂ, ജീവിച്ചോളൂ എന്നാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ സർക്കുലേറ്റ് ചെയ്ത് അവരിലേക്ക് എത്തുക. എൻ്റെ ഒരു അറിവില്ല, അവർ ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കുക, പാപ്പുവ ഫീഡ് ചെയ്യുക, സമാധാനമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ലോകമില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. അത് എങ്ങനെയാണ് അവർ സ്വയം സമാധാനിക്കുന്നത്? എനിക്ക് അമ്മയുടെ സ്ഥാനത്ത് ചിലപ്പോൾ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയനെ. അതായത് അമ്മയൊക്കെ എന്തോരം കേട്ടിട്ടുണ്ടെന്നറിയോ? അതായത് അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കരിയറും അമ്മയുടെ ജീവിതവും ഒക്കെ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം ഒഴിച്ചു വെച്ച് അങ്ങനെ ജീവിച്ച ഒരാളാണ്. അതും ഞാനും അഭിരാമിയും കംപ്ലീറ്റ് ഒരു ആശ്രമം ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. മാതാമൃതാനന്ദമയുടെ ആശ്രമത്തിൽ, അമ്മയുടെ ആശ്രമത്തിൽ അവിടെ രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുന്നു, സഹസ്രനാമം ജപിക്കുന്നു, ഭജന, സ്വാമിമാർ, ഇങ്ങനെ മാത്രം ഒരു ലോകം. പഠിച്ചത് അമൃത വിദ്യാലയം. ഇങ്ങനെ വളരെ ചെറിയൊരു ലോകത്തിലുള്ള ആളുകളാണ് നമ്മൾ. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ പോകുന്നത്. അതാണ് എൻ്റെ ഒരു എക്സ്പോഷർ സ്പേസ്. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ നമുക്ക് തെറ്റും ശരിയും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു, എന്താ പറയുക, അത്രയൊന്നും നമുക്കൊന്നും അറിയില്ല. എൻ്റെ അടുത്ത് ഒരാൾ നോക്കി ചിരിച്ചിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് എനിക്ക് ഏറ്റവും നല്ല ആൾ. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നമ്മൾ വളർന്നു വന്നൊരു കുട്ടികളാണ് ഞാനും അഭിരാമി, ഞങ്ങളുടെ ചൈൽഡ്ഹുഡ്. അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവർക്ക് ഈ ലോകത്തിൽ, ഈ കേരളത്തിൽ ഏറ്റവും ദുഷിച്ച പെണ്ണെന്നുള്ള പേരൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ഘട്ടത്തിൽ അത്രമാത്രം വെറുപ്പുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അമ്മയൊക്കെ ഇതല്ലേ അപ്പുറം കേട്ടിട്ട് വിഷ്ണു, പിന്നെ അവരൊക്കെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആവും. പക്ഷേ അമ്മയൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ഞാൻ വെച്ചാൽ ഇങ്ങനെയാണ് ഈ അമ്മയ്ക്കൊക്കെ ഇത് പറ്റുകയെന്ന്. പക്ഷെ ഒന്നും പറയാ. കൽപ്പന മാം എന്നോട് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അതായത് അവർ സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ കോമഡി ബേസ്ഡ് റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, സ്റ്റാൻഡപ്പ് ഷോ. അപ്പൊ അതിന്റെ അവർ ജഡ്ജാണ്. അത് കണ്ട് ചിരിക്കണം, ചിരി ഉണ്ടാക്കിയതിന്റെ ജഡ്ജ്മെന്റ്സ് പറയണം. ഇത് പറയേണ്ട ദിവസത്തിന് 2ാമത്തെ ദിവസത്തിന് ഷൂട്ടിൽ അവരുടെ അനിയൻ ഒരു ആക്സിഡന്റിൽ പെട്ട് ICUയിൽ കിടക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു കോമഡി സ്കിറ്റിന് ജഡ്ജ് ചെയ്യണം, ചിരിക്കണം, ഇത് ജഡ്ജ്, അതായത് ഷോ മുന്നോട്ട് പോകണമല്ലോ, അതിലൊന്നും ചെയ്യാനില്ല. ഈ അമൃത ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഹിറ്റ് ലിസ്റ്റിലെ പാട്ട് പാടുമ്പോൾ പ്രസവ വേദനയിലൂടെ കടന്നു പോകുന്നു, അല്ലാതെയുള്ള വേദനകൾ. ഇത് പലപ്പോഴും പല കാര്യങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഫോൺ ഇങ്ങനെ കമത്തി വെച്ചിട്ടായിരിക്കും പോയിട്ടൊരു പാട്ട് പാടി ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരിക. അതിൻ്റെ തയ്യാറെടുപ്പുകൾ അതെങ്ങനെയാ? സ്റ്റേജിലേക്ക് കയറുമ്പോഴത്തേക്കും കട്ട് ഓഫ് ചെയ്യാൻ പറ്റാറുണ്ടോ? കട്ട് ഓഫ് ചെയ്തല്ലേ പറ്റൂ വിഷ്ണു, നമുക്ക് വേറെ എന്താ ഓപ്ഷനല്ലേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ ഒരു നിസ്സഹായാവസ്ഥ എന്ന് പറയാമോ? പക്ഷെ അതൊരു ബ്ലെസ്സിങ് ആണോ ആണെങ്കിൽ അതുമാണ്. ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അങ്ങ് മറക്കുകയാണ്. സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് എന്നെ വളരെയധികം ഞാൻ ഇല്ലാണ്ടായി പോയിട്ടുള്ള സിറ്റുവേഷൻസ് വരെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ നിൽക്കുമ്പോൾ പോലും എനിക്ക് ഷോയിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്കിൽ വന്നിട്ട് വീണ്ടും ഫോൺ നോക്കുന്നു, ഇത് സഹിക്കാൻ പറ്റാണ്ട് കരയണു, വീണ്ടും എന്താ പറയുക, കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടിട്ട് വീണ്ടും സ്റ്റേജിൽ കയറുന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമ്മൾ തൊട്ട് നിറുക്കി വെച്ച് കയറുമ്പോൾ ഭഗവാൻ ഇങ്ങനെ മോളിന്ന് മോളെപ്പോ ഡ്രസ് മറന്നു പൊക്കോ എന്നുള്ളൊരു അനുഗ്രഹം തരും. അത് ഇതുവരെ കയ്യിൽ നിന്ന് പാളിപ്പോയിട്ടില്ല. അവന്തികയോട് എങ്ങനെയാണ് ഇത് ശരിയാണ് ഇത് തെറ്റാണ് അത് എങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക? ഞാൻ അവളുടെ അടുത്ത് പറയാറുള്ള കാര്യങ്ങൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ്ക്രീം കഴിക്കണം എന്ന് പറയുക. അപ്പോൾ ഐസ്ക്രീം കഴിച്ചോളൂ, കഴിച്ചാൽ ഇതായിരിക്കും അവസ്ഥ, നിനക്ക് ചുമയുള്ളതാ, വയ്യാണ്ടാവും, കഴിച്ചില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഞാൻ അവൾക്ക് ശരിയും തെറ്റും ഇത് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ, ഐസ്ക്രീം വേണോ? എനിക്ക് വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കഴിക്കാം മമ്മി. പക്ഷെ അവള് ചിന്തിക്കണമല്ലോ, നമ്മളെപ്പോഴും ഒരാളുടെ അടുത്ത് ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവർ റിബലാവും. അത് മോളാണെങ്കിലും നമ്മൾ പേഴ്സണലി ആണെങ്കിലും. പക്ഷെ
നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ചെയ്താൽ ഇതാണ് ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കട്ടെ, അതിനല്ലേ ബുദ്ധി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുഞ്ഞാണെങ്കിലും ഞാൻ അവളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാനുള്ള രീതിയിൽ കൂടെ പോകണം എന്നുള്ളതാണ്. പിഴ പാപ്പുവിനെ കേൾപ്പിച്ചോ? പാപ്പുവിന് തന്നെ മനസ്സിലായില്ല ലിറിക്സ്. എന്നിട്ട് 2-3 ദിവസം മുന്നേ ആണ് കാറിലിട്ടിട്ട് മമ്മി ഇതെന്താ, വാട്ട് ഡസ് ഇറ്റ് മീൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവള് ഓക്കെ മമ്മി ഇറ്റ്സ് നൈസ്. പാപ്പു ഇനി ടീനേജിലൊക്കെ കിടക്കുമല്ലോ, കടന്നല്ലോ. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ ടീനേജിലെ പെൺകുട്ടികളുടെ അമ്മമാർക്ക് ആദ്യമാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് മെച്ചോർഡായി. സ്റ്റിൽ ഇപ്പോൾ അവരിപ്പോൾ പാപ്പ വന്നിട്ട് ആദ്യ പ്രണയം, ആദ്യ ക്രഷൊക്കെ വന്ന് പറയാന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യുക? മമ്മിയെ കാണിച്ചു തരാൻ പറയുമ്പോൾ ഇല്ല, ഇപ്പൊ ക്രഷിലേക്ക് എത്തിയിട്ടില്ല. ഞാനിങ്ങനെ അബി ഇടയ്ക്ക് ചോദിക്കും, അവര് സ്കൂളിലൊക്കെ പോകുമ്പോ ഒരു ഫ്രണ്ട്സായിട്ട് നിൽക്കുമ്പോ അബി കുറച്ചും കൂടെ കൂട്ടാ പാപ്പുവിനടുത്ത്, എന്റെ ബോയ് ഫ്രണ്ടിനെ കാണിച്ചെന്നൊക്കെ പറയും. അപ്പൊ പാപ്പു ഇല്ല അബോണ്ട എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല ഇല്ല. പക്ഷെ ജൂനിയർ ക്ലാസ്സിൽ വരെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? പക്ഷെ ഇപ്പം അതൊരു ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, ആ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് പാപ്പു. നമ്മുടെ ചോയ്സസ് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള ഒരു വലിയ ലെസൺ അറിയുന്ന ഒരു കുട്ടിയാണ് പാപ്പു. അപ്പോൾ ഐ എം ഹോപ്പിംഗ്, ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അവൾക്ക് അതിൽ നിന്നുള്ളൊരു വിവേകം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും അവൾ വന്ന് പറയും. അപ്പോൾ ഞാനും അങ്ങനെയൊന്നും അവളുടെ അടുത്ത് എന്ത് തെറ്റ് ചെയ്താലും മമ്മി ഉണ്ട് കൂടെ എന്നുള്ളൊരു സാധനമാണ്. ഈവൻ ഇഫ് നമ്മള് പ്രണയിക്കുന്നതിൽ തെറ്റെന്താ പാപ്പുവിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? പ്രണയിക്കുന്നതിൽ തെറ്റുണ്ടെന്നോ? പ്രണയിക്കുന്നത് തെറ്റാന്നല്ല, പ്രണയിക്കുന്നതിൽ ഇന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് മോളെ, ഇന്ന കാര്യങ്ങളിലുള്ള ഒരു ബിഹേവിയറുള്ള ഒരാളാണെങ്കിൽ നീ കുറച്ച് ഓരോ ഇപ്പൊ അവൾക്ക് അത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയത്തിലല്ല. അതായത് ഇപ്പോ അവള് ഏതൊരു പ്രായത്തിലാണ്, ഈ സമയത്ത് എന്തൊക്കെ വികാരങ്ങളാണ് വരിക. കാരണം മമ്മിക്കും ഇതേ സമയത്ത് ഇതിലും വിയോടായിട്ടുള്ള വികാരങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് മമ്മി. അപ്പോ പാപ്പുവിന്റെ അടുത്ത് പറയാനുള്ളത് ഇതൊക്കെ നോർമലാണ്. ഒരു ഇമോഷൻ നമുക്ക് എക്സ്ട്രാ ട്രിഗർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഇമോഷനിൽ ക്ലിങ് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ലവ് ബോംബിങ് എന്ന് പറയുന്ന ഒരു സംഭവം റെഗുലർ ലവ് സിനാരിയോയിൽ നിന്ന് കൂടുതൽ കിട്ടുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇൻക്ലൈൻഡ് ആവുന്നത്, അല്ല പുതിയൊരു സംഭവം കിട്ടുമ്പോൾ. അപ്പോൾ ഇതെല്ലാം നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം. ഇത് നോർമലാണ്. ലൈക്ക് മേ ബി യു വിൽ ഫീൽ ക്രഷ് വിത്ത് ദിസ് ഗൈ, യു വിൽ ഫീൽ ക്രഷ് വിത്ത് അവൻ്റെ അടുത്ത് തോന്നുന്നു, ഇവൻ്റെ അടുത്ത് തോന്നുന്നു. അങ്ങനെ തോന്നിയാൽ പോലും അത് നോർമലാണ്. ഇതിപ്പോൾ സർവൈവ് ചെയ്യാൻ പോകുന്നൊരു കാര്യമല്ല, അതൊരു ഏജിൻ്റെ ഹോർമോണൽ ഇഷ്യൂസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുക. ഞാൻ ചാവണ വരെ ശ്രമിക്കും. വീഴില്ല, വീഴും പക്ഷെ എഴുന്നേക്കും. അങ്ങനെയാണ്. വീണ് കഴിഞ്ഞിട്ട് കിടക്കുമ്പോ എന്താ ആലോചിക്കുക? ഇനി പ്രതികാരം വീട്ടണം അങ്ങനെയൊക്കെ ആലോചിക്കുക? ഓൾറെഡി തളർന്ന് കിടക്കുക, ഇനി ഞാൻ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത എനർജി അതും കൂടെ കളയണോ? ഇനി ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് പോവാ എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തിരിഞ്ഞു നടന്നിട്ട് പ്രതികാരം വീട്ടണമെന്നോ അതൊന്നും അങ്ങനെയൊന്നും നിൽക്കണില്ല. അപ്പൊ വീണ്ടും നമ്മുടെ സമയം പോവല്ലേ വിഷ്ണു? ഞാൻ കുറച്ച് വാക്കുകൾ പറയാം, മനസ്സിൽ വരുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ പാടണം. ഓക്കെ. തണലാവുന്ന അച്ഛൻ. എത്ര സമയം വേണമെങ്കിൽ എടുത്തോളൂ. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുറേ പാട്ടുകളാണ്. എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സംഗീത അച്ഛനാണ്, എന്നെ പാട്ട് പഠിപ്പിച്ചത് എല്ലാം അച്ഛനാണ്. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ച പാട്ടുകളൊക്കെയാണ് എൻ്റെ തലയിൽ വരിക. അച്ഛൻ ഫ്ലൂട്ട് വായിക്കുന്നതാണ് ഓർമ്മ വരിക. ഒരു പാട്ട് അച്ഛൻ ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരു കണ്ണനാമുണ്ണിക്കോരുമ്മ അൻപോട് നെഞ്ചേറ്റി കൊഞ്ചിച്ച് പുഞ്ചിരി പാലൂട്ടി പിഞ്ചോമന ചുണ്ടിലുമ്മ. അച്ഛൻ ആദ്യം പഠിപ്പിച്ച പാട്ടാണ്. ഞാൻ 3 വയസ്സിൽ ചെയ്ത റെക്കോർഡിങ് അത്. അവന്തിക. അയ്യോ കൊറേ പാട്ട് വരും. അവന്തിക ആദ്യമായിട്ട് ഒരു നനുത്ത കുട്ടിയുടെ സ്പർശം കയ്യിൽ ഇങ്ങനെ കിട്ടുകയാണ്. അപ്പൊ രാരോ പറഞ്ഞു അന്ന് പാടിയത് അതായിരിക്കുള്ളൂ. അമ്മ. ഉയരും നീയേ ഉടലും നീയേ ഉറവും നീയേ തായേ. അനിയത്തി എന്ന ഓൾ ടൈം സപ്പോർട്ടാ.
കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഞാനും അഭിയും കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞാൻ അവൾക്ക് ഈ പാട്ട് പാടാറുണ്ട്. അന്ന് ആ പാട്ട് ഭയങ്കര ഇപ്പൊ ഞാൻ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അഭിനെ പറയുമ്പോൾ എനിക്ക് ഈ പാട്ടാണ് ഓർമ്മ. ഫൈനലി പ്രണയം. പ്രണയം കോംപ്ലിക്കേറ്റഡ് ഇമോഷൻ. പ്രണയം ഇപ്പോ എന്തെനിക്ക് പാട്ട് വരുന്നില്ലല്ലോ. പെണ്ണേ നീ പിഴ നല്ലൊരു റൊമാൻറ്റിക് പാട്ട് പാടും. ഇത്രയെല്ലാം ഡിസ്ക്രിപ്ഷൻ തരാം ഞാൻ. ഒരുപാട് മനസ്സിലാക്കുന്ന, അമൃതയെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പാട്ടറിയുന്ന, പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാൾക്ക് വേണ്ടി പാടാൻ പറ്റുന്ന, പ്രണയം തോന്നുമ്പോൾ പാടാൻ പറ്റുന്ന പാട്ട്. കുറച്ച് കഷ്ടമാണ്. ഇപ്പൊ ആ ഇമോഷനേ ഇല്ലേ, കട്ട് ഓഫ് ചെയ്താ? അങ്ങനൊന്നും. എനിക്ക് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. എനിക്ക് സ്നേഹിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് സ്നേഹം ഇഷ്ടമാണ്, എല്ലാവരോടും എനിക്ക് സ്നേഹം. എനിക്ക് പൊതുവെ ഞാനൊരു സ്നേഹജീവിയാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് സ്നേഹത്തിലായി പോകുന്നത്. तेरे बिना बेसुआदी रहती है ओ सजना, तेरे बिना बेसुआदी रहती है ओ सजना, रुकी रे रुकी रे. എനിക്ക് വന്നില്ല പെട്ടെന്ന്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എ സികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.